ഹായ് ഫ്രണ്ട്സ്, സിനിഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഒട്ടും തന്നെ സമയം കളയാതെ ഇന്നത്തെ സിനിമ അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം. മിഥുൻ മാനുവലിനെ ഡയറക്റ്റ് ചെയ്ത് ജയസൂര്യ നായകനായി ആ ഒരു കാലത്ത് ട്രെൻഡായി മാറിയിരുന്ന സിനിമയായിരുന്നു ആട് 1ഉം 2ഉം. സിനിമയുടെ മൂന്നാം ഭാഗവുമായി ബന്ധപ്പെട്ട് അനൗൺസ്മെന്റ് നടന്നിരുന്നു. ഇപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ 2 പാർട്ടിനേക്കാളും വലിയൊരു സ്കെയിലിലായിരിക്കും സിനിമയുടെ മൂന്നാം ഭാഗം ഒരുക്കുക എന്ന തരത്തിലുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. അല്ലു അർജുൻ നായകനായി സൂപ്പർ ഹിറ്റ് സിനിമയായി മാറിയ പുഷ്പ 2വിൻ്റെ ഡിജിറ്റൽ സ്ട്രീമിംഗുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയായിരിക്കും ചിത്രം ഡിജിറ്റൽ സ്ട്രീമിംഗ് നടത്തുക. ജനുവരി 30-ന് നെറ്റ്ഫ്ലിക്സ് വഴി ചിത്രം ഡിജിറ്റൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മമ്മൂട്ടി ജീവിയം ഒന്നിക്കുന്ന ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം 4 ദിവസം കൊണ്ട് ഏകദേശം 14.78 കോടി രൂപയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. 21 ഗ്രാംസ് എന്ന ത്രില്ലർ സിനിമയ്ക്ക് ശേഷം ബിപിൻ കൃഷ്ണ ഡയറക്റ്റ് ചെയ്ത് സണ്ണി വെയിൻ, നരൈൻ, ബാബു ആന്റണി എന്നിവർ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ സാഹസം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. 21 ഗ്രാംസ് എന്ന ചിത്രത്തിന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചിരുന്നത്. മോളിവുഡിൽ 24 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന ടീസറായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത് 2025-ൽ മോഹൻലാലിൻ്റെ ആദ്യ റിലീസായി മാറാൻ പോകുന്ന എമ്പുരാൻ്റെ ടീസർ. മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ്, വിപിൻ ദാസ് ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയായ സന്തോഷ് ട്രോഫിയിലേക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ളവരെ വിളിച്ചുകൊണ്ടുള്ള കാസ്റ്റിംഗ് കോൾ പുറത്തുവിട്ടിട്ടുണ്ട്. മഹേഷ് ബാബു നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമയിൽ നിന്ന് പൃഥ്വിരാജ് പിന്മാറി എന്ന തരത്തിലുള്ള പല അപ്ഡേറ്റുകളും ഇപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നുണ്ട്. പൃഥ്വിരാജിന് പകരം ജോൺ എബ്രഹാം ആയിരിക്കും സിനിമ ആ റോള് ചെയ്യുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അപ്ഡേറ്റ്. ചിത്രത്തിൽ മഹേഷ് ബാബുവിന് പുറമെ പ്രിയങ്ക ചോപ്രയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ആനന്ദ് ഡയറക്റ്റ് ചെയ്ത് ഷാറുഖ് ഖാൻ നായകനായി പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയായ കിങ്ങിൻ്റെ ഷൂട്ടിംഗ് മാർച്ച് അവസാനത്തോടെ ആരംഭിക്കും. ചിത്രത്തിൽ ഷാറുഖ് ഖാനിന് പുറമെ അഭിഷേക് ബച്ചനും സുഹാന ഖാനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക.